മസൂദെ നിനക്കും പോകാം ഒസാമ ബിൻ ലാദന് പിന്നാലെ. കരുതിയിരുന്നോളൂ, അതുതന്നെയാണ് ഇന്ത്യ ആവർത്തിക്കുന്നതും. കശ്മീരിലെ ക്യാൻസറുകൾ മുറിച്ചു നീക്കാൻ ഇന്ത്യൻ സൈന്യം സദാ സജ്ജമാണ്. കശ്മീരിലെ ഭീകരവാദികൾ, വിഘടനവാദികൾ എല്ലാവരും ഇനി കരുതിയിരിക്കണം. ഇന്ത്യൻ സൈന്യം രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. കാരണം തീവ്രവാദികളും വിഘടനവാദികളും കണ്ടിട്ടും കൊണ്ടിട്ടും ഒന്നും പഠിക്കുന്നില്ല, വീണ്ടും ഇന്ത്യയെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. കശ്മീർ വിഘടനവാദി നേതാവ് മിർവൈസ് ഉമർ ഫാറൂഖ് പാകിസ്ഥാനുമായി ടെലഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി NIA കണ്ടെത്തിയത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇന്ത്യ കണ്ടിരിക്കുന്നത്. ഫാറൂഖിന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിനു ശേഷമാണ് NIA ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനായി ഉപയോഗിച്ചിരുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ടെലഫോൺ ശൃംഖല മിർവൈസ് ഉമറിന്റെ വസതിയിൽ നിന്നും NIA പിടിച്ചെടുത്തിട്ടുണ്ട്. പുൽവാമയിലെ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യയുടെ പാകിസ്ഥാനെതിരായ സൈനിക നീക്കത്തിന് പിന്നാലെയാണ് NIA കശ്മീരിലെ വിഘടനവാദികളുടെ വസതികളിൽ റെയ്ഡ് നടത്തിയത്. ഭീകരർക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് പാകിസ്ഥാൻ എന്നുള്ളത് കാലങ്ങളായി എല്ലാവർക്കും അറിയാം. ആ സഹായം നൽകുന്നുവെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കശ്മീരിലെ വിഘടനവാദി നേതാക്കളുടെ വീടുകൾ NIA റെയ്ഡ് നടത്തിയത്. ഫാറൂഖിന്റെ വീടിന് പുറമെ ഹുറിയത്ത് നേതാവ് സയ്യിദ് അലി ഷാ ഗിലാനിയുടെ മകനായ നയിം ഗിലാനി, JKLF നേതാവ് യാസിൻ മാലിക്, അഷ്റഫ് സെഹ്റായി, സാഫർ ഫട്ട് തുടങ്ങിയവരുടെ വീടുകളും NIA റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ലോകത്തെ മുൾമുനയിൽ നിർത്തിയ തീവ്രവാദി ഒസാമ ബിൻ ലാദന് നൽകിയതിൽ കുറഞ്ഞതൊന്നും മസൂദിനുമില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. അന്ന് അമേരിക്കൻ കമാൻഡോകളായിരുന്നു ഒസാമയെ കുടുക്കിയതെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ കരുത്തുറ്റ സൈന്യം തീവ്രവാദികളെ തുരത്താൻ രംഗത്തുണ്ട്. പാകിസ്ഥാന്റെ യൂണിഫോം ഇടാത്ത സൈന്യമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭീകരവാദികൾ ഇനി സുഖിക്കാമെന്ന് കരുതേണ്ട. തീവ്രവാദികളെ നിങ്ങൾ ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഏതായാലും നിയന്ത്രണ രേഖയിൽ വീണ്ടും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നു എന്നുള്ളത് അവരുടെ പേടി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജമ്മു കശ്മീരിലെ 50ഓളം സ്ഥലങ്ങളിൽ പാക് സൈന്യം ഇപ്പോഴും ഷെല്ലാക്രമണം നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാക് ആക്രമണത്തിൽ 5 ജവാന്മാർക്കാണ് ഏറ്റവും ഒടുവിൽ പരിക്കേറ്റതായുള്ള വിവരങ്ങൾ വരുന്നത്. ജമ്മു, രജൌരി, പൂഞ്ച് ജില്ലകളിലെ 55 ഗ്രാമങ്ങളിലാണ് പാക് സൈന്യം ആക്രമണം നടത്തുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായതോടെ ഇന്ത്യൻ സേന ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട്. ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിൽ 5 പാക് സൈനിക പോസ്റ്റുകൾ പൂർണ്ണമായും തകർന്നു. ഇന്ത്യയുടെ തിരിച്ചടിയിൽ 11 പാക് സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തുവരികയാണ്. ഇന്ത്യൻ തിരിച്ചടിയിൽ പതറിയ പാകിസ്ഥാൻ ഒടുവിൽ പിടിച്ചു നിൽക്കാനാകാതെ പിൻവാങ്ങുകയായിരുന്നു എന്നുള്ള വിവരങ്ങളുമുണ്ട്. നിയന്ത്രണ രേഖ കടന്ന അതിർത്തിയിലെ ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യൻ സേന നടത്തിയ ആക്രമണത്തിൽ അടിപതറിയ പാകിസ്ഥാൻ നിരന്തരം അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സേനയുടെ പ്രത്യാക്രമണങ്ങളിൽ നിലതെറ്റി അടിതെറ്റി പിന്മാറുകയാണ്. മാത്രമല്ല, ഭീകരർ വാലും ചുരുട്ടി പേടിച്ചിരിക്കുന്നു. ഇനി എന്ത് എന്നറിയാൻ, അതായത് മസൂദിന് നല്ല പേടിയുണ്ട് ഇന്ത്യയെ. നേരത്തെ തന്നെ ഇന്ത്യ പിടികൂടിയതാണ് മസൂദിനെ. കണ്ടഹാറിൽ വിലപേശി പുറത്തുപോയ മസൂദിനെ ഇനി എന്ത് വില കൊടുത്തും കുടുക്കിയിട്ടേ അടങ്ങൂ എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യ സൂചനയായി കഴിഞ്ഞ ദിവസം കൊടുത്ത മറുപടി ഇനിയുമുണ്ട്. ഒസാമ ബിൻ ലാദൻ ഒളിച്ചിരുന്ന അതേ പ്രദേശത്ത് തന്നെ, അതേ മലകൾക്ക് കീഴിൽ തന്നെ ഒളിച്ചിരിക്കുന്ന മസൂദിന് ഇനി എത്ര സുഖവാസം ഒരുക്കിയാലും എത്ര സൗകര്യങ്ങൾ ഒരുക്കിയാലും ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല. കഴിഞ്ഞ ദിവസം 300ഓളം ഭീകരവാദികളുടെ തലയാണ് ഇന്ത്യ അറുത്തതെങ്കിൽ, ഇന്ത്യ ബോംബിട്ട് കൊന്നതെങ്കിൽ, വരും ദിവസങ്ങളിൽ ഒസാമ ബിൻ ലാദൻ അനുഭവിച്ച അതേ അവസ്ഥ, അതിൽ കുറഞ്ഞതൊന്നും മസൂദിനില്ല. അമേരിക്കൻ കമാൻഡോകളുടെ ശക്തി അന്ന് പ്രകടമായതുപോലെ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് പ്രത്യേകിച്ചും ബലാകോട്ട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകും. ഒരു ഭീകര ക്യാമ്പുകളെ പോലും അവിടെ വച്ചുറപ്പിക്കില്ല. കനത്ത തിരിച്ചടി തന്നെ കൊടുക്കുമെന്ന് ഇന്ത്യൻ സൈന്യം ഉറപ്പിക്കുമ്പോൾ സാഹചര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമാവുകയാണ്. പ്രതിരോധ രംഗത്തെ യോഗം ഇന്ന് ചേരുമ്പോൾ ഇന്ത്യ ഇതിൽ എന്ത് നിലപാടായിരിക്കും എടുക്കും എന്നുള്ളത് തന്നെയാണ് ലോകവും ഉറ്റുനോക്കുന്നത്.